ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അവന്റെ സൃഷ്ടികളെല്ലാം അവനിലേക്ക് ആശ്രയിച്ചിരിക്കുകയാണ്. അവനാവട്ടെ യാതൊന്നിലേക്കും ആശ്രയിക്കാത്തവനാണ്. എല്ലാം നമ്മളും ഈ ഭൂമിയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ, മറ്റു വസ്തുക്കൾ എല്ലാം നിലനിൽക്കണമെങ്കിലും അതിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിലും ആരെ ആശ്രയിക്കണം? അല്ലാഹ്. എന്നാ അള്ളാഹ്ക്ക് അള്ളാന്റെ കാര്യങ്ങൾ നടക്കാനും ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം? നമ്മളെ ഇബാദത്ത് കിട്ടിയിട്ട് വേണോ അള്ളാഹ്ക്ക് അള്ളാന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ? ഇവിടെ ആരും ഒരു ഇബാദത്തും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ അധികാരവും ആധിപത്യവും വല്ലതും കുറയോ? ഇല്ല. അതാണ് അല്ലാഹു സ്വമദ്. എല്ലാം അവനിലേക്ക് ആവശ്യമുള്ളതാണ്, അവനിലേക്ക് ആശ്രയിച്ചിരിക്കുകയാണ്. അവനാവട്ടെ യാതൊന്നിലേക്കും ഒരാവശ്യവും ഇല്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവന് മക്കളുണ്ടായിട്ടില്ല, അവന് കുട്ടികളില്ല, അവൻ ആരുടെയും കുട്ടിയുമല്ല. അള്ളാഹ്ക്ക് വാപ്പിയമ്മയുണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് മക്കളുണ്ടോ? ഒന്നുമില്ല. അന്നഹു ലം യകുൽ ലഹു സാഹിബ അവലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാന്റെ പ്രത്യേകത അള്ളാനെ പോലെ എന്ന് പറയാൻ ആരും ഇല്ല. അതല്ലേ റബ്ബിന്റെ പ്രത്യേകത. അലാ റബ്ബുനാ അൻ കൈഫ ഔ ഐന ഔ മതാ വഅൻ കുല്ലി മാ ഫീ ബാലിനാ യതസവ്വറൂ വനഖ്സിം വശബിഹിൻ നൗ ശരീകിൻ വവാലിദി വവൽദിൻ വസൗജാതിൻ ഹുവല്ലാഹു അക്ബറൂ. ശ്രദ്ധിക്കണേ, അള്ളാഹിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിനേക്കാൾ പോരിശയുള്ളൊരു ഇൽമു വേറെ ഇല്ല. അള്ളാഹു ഇതൊക്കെ അവന്റെ തൃപ്തി നമുക്ക് കിട്ടാൻ ഒരു കാരണമാക്കി തരട്ടെ. അള്ളാഹിനെ കുറിച്ചൊരു സദസ്സ് പറഞ്ഞാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ സദസ്സിൽ അവരെ കുറിച്ച് അള്ളാഹു പറയുന്നല്ലേ മലക്കുകൾക്കിടയിൽ. അള്ളാഹു ഇതൊക്കെ അതിനൊരു കാരണമാക്കി തരട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു ഇതൊക്കെ അതിനൊരു കാരണമാക്കി തരട്ടെ. നമ്മളെ കുറിച്ചൊക്കെ മഹാന്മാരായ മാലാകന്മാർക്കിടയിൽ പറഞ്ഞ് ആ മലക്കുകൾ കൂടി നമ്മുടെ ഒരു സംരക്ഷകരായി, കാവൽക്കാരായി, നമ്മുടെ വീടിന്റെ കാവൽക്കാരായി, നമ്മുടെ വാഹനത്തിന്റെ കാവൽക്കാരായി, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും കാവൽക്കാരായി മാറുന്നൊരവസ്ഥാവിശേഷം അള്ളാഹു ഇതുകൊണ്ടുണ്ടാക്കി തരട്ടെ. അള്ളാന്റെ പ്രത്യേകത പറയാൻ അലാ റബ്ബുനാ അൻ കൈഫ ഔ ഐന ഔ മതാ വഅൻ കുല്ലി മാ ഫീ ബാലിനാ യതസവ്വറൂ വനഖ്സിം വശബിഹിൻ നൗ ശരീകിൻ വവാലിദി വവൽദിൻ വസൗജാതിൻ ഹുവല്ലാഹു അക്ബറൂ. അല്ലാഹ്ക്ക് വാപ്പല്ല, അല്ലാഹ്ക്ക് ഉമ്മല്ല, അള്ളാഹ്ക്ക് ഭാര്യയല്ല, അള്ളാഹ്ക്ക് ഭർത്താവില്ല, അള്ളാഹ്ക്കൊരു സ്ഥലം വേണ്ട, അള്ളാഹ്ക്കൊരു സമയം വേണ്ട. ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ട്? അള്ളുണ്ട്. എവിടെയായിരുന്നു അള്ള ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ആ സ്ഥലം പറഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പ് ആ സ്ഥലം ഉണ്ടാവണ്ടേ? വേണ്ടേ? എപ്പോഴാണ് അള്ളാഹു ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിന്റെ മുമ്പ് ആ സമയം വേണ്ടേ? അപ്പോൾ സമയത്തെയും സ്ഥലത്തെയും ഒക്കെ പടക്കുന്നതിന്റെയും മുമ്പ് അതാണ് അല്ലാഹ്. അതാണ് തആല അലാ റബ്ബുനാ അൻ കൈഫ ഔ ഐന ഔ മതാ. എപ്പോൾ, എവിടെ, എങ്ങനെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെയും അപ്പുറമാണ് അല്ലാഹു, അതിന്റെയും അപ്പുറത്താണ് അല്ലാഹു. വഅൻ കുല്ലി മാ ഫീ ബാലിനാ യതസവ്വറൂ. നമ്മുടെ മുന്നിൽ തസവ്വുറാകുന്ന, നമ്മൾ സങ്കല്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെയും അപ്പുറമാണ് അല്ലാഹു. നമുക്ക് നിലവിലുള്ള ഈ വസ്തുക്കളെ ബേസ് ചെയ്തേ ചിന്തിക്കാൻ കഴിയൂ. അല്ലാഹു ആകട്ടെ അതിൻ്റെയും അപ്പുറം. വനഖ്സിം വശബിഹിൻ നൗ ശരീകിൻ വവാലിദി. അല്ലാഹു ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അള്ളാഹ്ക്കൊരു സാദൃശ്യമായി പറയാൻ പറ്റിയ ഒന്നുമില്ലാത്തതാണ്. അള്ളാഹ്ക്ക് കൂട്ടുകാരനായി, പങ്കാളിയായി ആരുമില്ലാത്തതാണ്.
അല്ലാഹ്ക്ക് മാതാപിതാക്കളില്ലാത്തതാണ്. വവുൽദിൻ വസൗജാത്തിൻ ഹുവല്ലാഹു അക്ബറു. മക്കളില്ല, ഭാര്യമാരില്ല, അതിനേക്കാളൊക്കെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് പടച്ച് പരിപാലിക്കുന്നവന് അവനാണല്ലാഹ്. അബ്ബ് പരലോകത്തുനിന്ന് കണ്ടുമുട്ടാൻ തൗഫീക്ക് തരട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് എല്ലാത്തിലും നമ്മുടെ സങ്കല്പത്തിൻ്റെയും അപ്പുറമാണ് അള്ളാഹു. ഈമാന്റെ 70 ശാഖകളിൽ ഒന്നാമത്തെ ശാഖ അള്ളാഹിനെ കുറിച്ച് കൃത്യമായി ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കലാണ്. അള്ളാഹിന്റെ ഒരു ഇൽമു എന്നൊക്കെ പറഞ്ഞാൽ എത്ര നിങ്ങൾ ആലോചിക്കുകയും. ഇലാഹായ റബ്ബിന്റെ വിജ്ഞാനം എത്രയാണ് സഹോദര സഹോദരി, ശ്രദ്ധിക്കണം. സൂറത്ത് അൻആമിന്റെ 59-ാമത്തെ ആയത്തിലൂടെ ഇലാഹായ റബ്ബവന്റെ ഇൽമിനെ കുറിച്ച് പറയുന്നതൊന്ന് കേൾക്കണം, ആലോചിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കണം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ ഉലൈക ഹും ഖൈറുൽ ബരിയ, അങ്ങനെയുള്ള ഈമാനുള്ളവരാണ് ദുനിയാവിൽ ഏറ്റവും ഖൈറുള്ളവർ എന്ന് പറഞ്ഞ ആ തലത്തിൽ നമ്മൾ എത്തിക്കിട്ടുള്ളൂ. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ജല്ല ജലാലായ റബ്ബിന്റെ വിജ്ഞാനം എത്രയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻദഹു മഫാതീഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തുൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബുൻ വലാ യാബിസ് ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹു അവനെ അറിയുന്നവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. അല്ലാഹു അവനെ മനസ്സിലാക്കുന്നവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. ജല്ല ജലാലായ റബ്ബിനെ കുറിച്ച് അല്ലാഹു തന്നെ പറയുന്നത് വഇൻദഹു മഫാതീഹുൽ ഗൈബ്. എല്ലാ ദൃശ്യങ്ങളുടെയും താക്കോൽ കൂട്ടങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലാണ്. താക്കോലുള്ളവനെല്ലാം തുറക്കാൻ കഴിയും. ആ എല്ലാ അദൃശ്യജ്ഞാനത്തിന്റെയും താക്കോൽ ആരുടെ കയ്യിലുണ്ട്? അള്ളാന്റെ കയ്യിലുണ്ട്. അള്ളാഹ്ക്ക് അറിയാത്തതായി ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കൺമുമ്പിലുള്ളത് പോലും അറിയോ? അറിയൂല. എൻ്റെ കൺപോളയിൽ എത്ര രോമങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ എൻ്റെ കൺമുമ്പിലാണ്. കാലങ്ങളായി എൻ്റെ കൺമുമ്പിലുണ്ട്. പക്ഷേ ഈ കൺപീലിയിൽ, ഈ കൺപോളയിൽ എത്ര രോമങ്ങളുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെ തന്നെയാലും എനിക്കത് പറയാൻ? ഇത് പറയുമ്പോൾ ഉറങ്ങാണോ? പറയാൻ കഴിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? നമ്മുടെ ഈ പിരികത്തിൽ എത്ര രോമങ്ങളുണ്ടെന്ന് വെച്ചാൽ പറയാൻ കഴിയോ? കഴിയൂല. കൺമുമ്പിലല്ലേ. ഒന്നും എണ്ണി നോക്കിയാൽ പോരെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അത് പറയാൻ കഴിയൂല. പിന്നല്ലേ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളത്. ഇത്രയും വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് നൽകപ്പെട്ട വിജ്ഞാനം അത് വളരെ ചുരുങ്ങിയത് മാത്രം. അല്ലാഹുവോ എന്റെ തലയിൽ എത്ര മുടിയാനുള്ളതെന്ന് എനിക്കറിയില്ലെങ്കിലും എന്റെ റബ്ബിനറിയാം. എന്റെ കൺപോളയിലുള്ള രോമത്തിന്റെ എണ്ണം എനിക്കറിയില്ലെങ്കിലും എന്റെ റബ്ബിനറിയാം. എന്റെ പിരികത്തിലുള്ള രോമത്തിന്റെ എണ്ണം എനിക്കറിയില്ലെങ്കിലും എന്റെ റബ്ബിനറിയാം. വലാ യഖ്ഫാ അലൈഹി ദർറു ഇമ്മാ തറാലിൻ നവാളിരി തറായാലിൻ നവാളിരി ഔ തവാറാ വലാ യഖ്ഫാ അലൈഹി ദർറു ഇമ്മാ തറായാലിൻ നവാളിരി ഔ തവാറാ. നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെയും കാണാൻ കഴിയാത്തതിൻ്റെയും ഉള്ളും എണ്ണവും മതതും അറിയുന്നവനാണ് അല്ലാഹ്. നമുക്ക് ചിലത് കാണാൻ കഴിയും, പക്ഷേ എത്ര എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളുടെ തലമുടി ഞാൻ കാണുന്നു, രോമങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ എത്ര എന്ന് പറയാൻ അല്ലാഹ്ക്ക് കഴിയും.
വഇൻദഹു മഫാതീഹുൽ ഗൈബ്. ജല്ല ജലാലായ റബ്ബിന്റെ അടുക്കലാണ് സകലമാന രഹസ്യങ്ങളുടെയും താക്കോൽ കൂട്ടങ്ങൾ. ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹുവിനല്ലാതെ അതറിയാൻ കഴിയില്ല. അല്ലാഹു ആവട്ടെ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളതും കരയിലുള്ളതും എല്ലാം അല്ലാഹുക്കറിയും. ഇത് ഖുർആന്റെ ആയത്തോതിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയും, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു മരത്തിൽ നിന്ന് ഒരില പോലും താഴേക്ക് വീഴൂല, ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിയാതെ. നിങ്ങളിത് കേട്ടോ? വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ജല്ല ജലാലായ റബ്ബറിയാതെ ഒരു മരത്തിൽ നിന്നൊരില പോലും താഴേക്ക് വീഴൂല. ചില മരത്തിലൊക്കെ എത്ര ഇലകളുണ്ടാവും അല്ലേ? കൂടുതൽ ഇലകളുള്ളൊരു മരം പറയാവോ? ഏതാ? അത്തിയോ? പുളി അല്ലേ? ഈ വാളംപുളിയുടെ ഒക്കെ ആ ഒരു മരത്തിൽ എത്ര ഇലകൾ ചെറുതാണെങ്കിലും ഉണ്ടാകും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിൽ നിന്ന് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിയാതെ ഒരില പോലും താഴേക്ക് വീഴൂലെന്ന് പറയുമ്പോൾ ഇത് നമ്മളെ വീട്ടിലുള്ള മരത്തിന്റെ കാര്യം മാത്രമല്ല, ലോകത്തുള്ള കോടാനക്കോടി മരങ്ങളിൽ നിന്ന് ഒരു ഇല പോലും താഴോട്ട് വീഴണമെങ്കിൽ അള്ളാന്റെ തീരുമാനവും അറിവും വേണം. ഇത് ഖുർആന്റെ ആയത്താണ്. ഇതൊരാൾ നിഷേധിച്ചു. എൻ്റെ വീട്ടിലൊരു ചെറിയ മരമുണ്ട്, ആ മരത്തിൽ നിന്ന് ഇടക്കിടക്ക് ഇല താഴോട്ട് വീഴാറുണ്ട്, അത് അള്ളാഹു അറിയൂല എന്നൊരുത്തം പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തായി. അങ്ങനെ ആയത്തിന്റെ നസ്സാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിയാതൊരു മരത്തിൽ നിന്നൊരു ഇല പോലും താഴോട്ട് വീഴില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയത് കേൾക്കേണ്ട സഹോദരാ സഹോദരി. അതായത് യഹ്ബിതു ഇൽമുൽ കരീം ബിജമീഇൽ മൗജൂദാതി ബർരിഹാ വബഹരിഹാ ലാ യഖ്ഫാ അലൈഹി മിൻ ദാലിക ശൈ വലാ മിൻ ദാലിക ശൈ വലാ മിസ്ഖാലു ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. കരയിൽ, കടലിൽ, ആകാശത്ത്, ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നുവോ, എപ്പോൾ നടക്കുന്നുവോ, അതൊരു അണുമണി തൂക്കം ഭാരമുള്ള സംഗതിയാണെങ്കിൽ പോലും അള്ളാഹുവിന് അറിയാൻ കഴിയും. എന്നിട്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു ഹദീസ് റസൂലുള്ള പറയുന്നുണ്ട്, ഒമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പോലും മരത്തിൽ നിന്ന് അള്ളാഹു അറിയാതെ താഴോട്ട് വീഴൂല എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. എന്താ ഹദീസ്? അതൊന്ന് കേൾക്കി. അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ വലാ മഗ്റസിൻ വലാ മഗ്റസി ഇബ്റത്തിൻ ഇല്ലാ അലൈഹാ മലക്കുൻ മുഅക്കലുൻ യഅതില്ലാഹു ബിഇൽമിഹാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി പറയാൻ, മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ വലാ മഗ്റസി ഇബ്റത്തിൻ ഇല്ലാ അലൈഹാ മലക്കുൻ മുഅക്കലുൻ യഅതില്ലാഹ ബിഇൽമിഹ. ഓരോ ഇല കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ടത്രേ. ആ ഇല വീഴാണെങ്കിൽ അള്ളാഹുവിനോട് ആ മലക്ക് സമ്മതം ചോദിച്ച് അനുവാദം വാങ്ങിയിട്ട് സംഭവിക്കുള്ളൂ. റുതൂബതഹ ഇദാ റതബത് വയബ്സിഹ ഇദാ യബ്സത്.
അത് ഉണങ്ങുമ്പോൾ ഇതാ പടച്ചോനെ അതിനെ ഉണക്കാൻ ഉദ്ദേശിക്കുന്നു. അത് പച്ചയായി നിൽക്കുമ്പോൾ ഇതാ ഇത്ര കാലമാണ് പച്ചയാക്കുന്നത്. അള്ളാഹുവിൻ്റെ സമ്മതം വാങ്ങിയിട്ടല്ലാതെ, റബ്ബിനെ അറിയിച്ചിട്ടല്ലാതെ ഒരിലയുടെ കാര്യം പോലും ഭൂലോകത്ത് നടക്കുന്നില്ല എന്ന് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.